അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറഞ്ഞല്ല, നമ്മൾ കുറച്ച് പുതിയ ഐറ്റംസിനൊക്കെ എടുത്തിട്ടുണ്ട്. അന്ന് കാണിച്ചതിൻ്റെ അന്നത്തെ വീഡിയോൻ്റെ ബാക്കിയൊന്നുമല്ല, അന്ന് എടുത്തു. അപ്പോൾ ആ ബംഗാൾസിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വരേന്ന്. ഇപ്പോൾ വേറെ കുറേ പുതിയ വെറൈറ്റി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കാണാം. പിന്നെ ഇന്ന് മറ്റേ മൈസ് പുതിയ എടുത്തിട്ടുണ്ട്. പിന്നെ ഗർബിലിൻ്റെ അതിൻ്റെയൊക്കെ ഒന്ന് അറക്കപ്പൊടിയൊക്കെ വരണം. അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് പോകാം. നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ അന്ന് കാണിച്ചപ്പോൾ ഈ ഫിഷിനെയൊക്കെ ടാങ്ക് കാണിച്ചു പറഞ്ഞപ്പോൾ ഫീഡ് ചെയ്യാനൊന്നും കാണിച്ചില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാനുള്ള പുതിയൊരു പോണ്ട് കെട്ടിയായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ഫീഡ് കൊടുക്കുവാണ്. അപ്പോൾ സന്ധ്യ കൊണ്ട് എടുക്കാൻ ചാൻസ് ഇല്ല. ഫീഡ് എന്നാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജ് വെട്ടി ഐറ്റംസ് കാണാം. ഗൈസ്, അപ്പോൾ അതെ ഫ്രിഡ്ജ് വെട്ടി ഫീഡ് കൊടുക്കണം. നേരത്തെ ഫീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാറില്ല. അതെ ജെയിൻറ്റി വരെ വന്നുണ്ട്. അത് ജെയിൻറ്റി വരെ കിടക്കുന്നുണ്ട്. പിന്നെ കുറേ മുഷിയുണ്ട്, പാണ്ടാ മുഷിയുണ്ട്, അതായത് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ മുഷികളുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി മീനൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. നേരത്തെ ഫീഡ് കൊടുത്തോണ്ട് ഇപ്പോൾ ഫീഡ് വന്നില്ല. അത് മുഷിയൊക്കെ വന്നിട്ടുണ്ട് കഴിച്ചേ. അപ്പോൾ പുതിയ കലിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. കലിക്കൻ്റെ ഫീമെയിൽ എടുത്തു, പിന്നെ വിഭവത്താറാൻ എടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസിനെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് വേറെ ഐസിനെ കാണാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാം കാണാം. അപ്പോൾ ആദ്യം അന്ന് കാണിച്ച് ഗിനിപ്പിക് കൊണ്ടാണ്. അത് ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഒരെണ്ണേ കിട്ടുള്ളൂ, വേറെ ഒന്നും മേടിച്ചില്ല. ഇത് നേരത്തോട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിനോട്ട് കലിക്കാൻ അങ്ങനെ എല്ലാ ഐറ്റം കാണാം. ഗൈസ്, അപ്പോൾ അതെ ഇത് നമ്മുടെ ആദ്യം ഉണ്ടാകുന്ന കലിക്കാനാണ്. അന്ന് നിങ്ങൾ കാണിച്ചത് ഇത് ഡിഫറൻസ് മനസ്സിലാവും. അന്ന് ചെറുതായാലും ഇതാണ് പുതിയ എടുത്ത വൈറ്റ്. കണ്ട ഈ പ്രായമുള്ളപ്പോൾ കൊണ്ടുവന്നാണ്. ഇപ്പം വലുതായി. അത് ചെറുതിനടുത്തത് ഗിനിക്കോഴി, പിന്നെ വിഗോവത്താറ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇത് നമ്മൾ പുതിയ എടുത്ത വിഗോവത്താറാണ്. പിന്നെ 2 ഗിനിക്കോഴികളുണ്ട്. കണ്ടവരെ കഴിവിളിയാണ്. ഒരു ചെറുതായാലും ഇപ്പം ഇച്ചിരി വലുതായി. ഇതെല്ലാം നാടൻ കോഴികളാണ്. പിന്നെ ഞങ്ങളുടെ അന്ന് കണ്ടതാണ് പ്രാവ്. അടുത്ത നാടൻ കോഴി സെറ്റ്. അപ്പം ഇവർ നേരത്തെ ഉണ്ടായിരുന്നതാണ് കരിങ്കോഴി, പിന്നെ നാടൻ കോഴിയാണ്. പിന്നെ കരിങ്കോഴിയുടെ ഫീമെയിലൊക്കെ ഉണ്ട്. അത് കൂട്ടി കയറിയേക്കാണ്. പിന്നെ നമുക്ക് മറ്റേ യഥാർത്ഥ ആൾക്കാരെ കാണാം. അതെ അന്ന് നമ്മൾ കാണിച്ചത് ഇത് കണ്ടതാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഇവരൊക്കെ ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. നാടൻ്റെ ഐറ്റംസാണ്. പിന്നെ അന്ന് പേർഷ്യൻ ക്യാറ്റിൽ അന്ന് കണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതിനൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ബാക്കി മൈസ് സാധനമൊക്കെ കാണാം. അപ്പോൾ മെയിനായിട്ട് കാണിക്കാൻ പറ്റിയ സാധനം ഉണ്ടായിരുന്നു. കോക്ടെയിലിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ് മിക്കൂന്നാട്ടോ കയറിയിട്ടേക്കണം. അപ്പോൾ വയസ്സ് ഇത് നമ്മൾ ലവ് ബേഡ്സ് ആണ്. ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അത് വേഗം മറ്റേ മൺകലത്തേക്ക് കയറിയിരിക്കുകയാണ്. മുട്ടയിടാൻ കയറിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സാധനങ്ങളെ കാണാം. അപ്പോൾ നമ്മൾ ഗ്ലീനെ കണ്ടല്ലോ. ഇനി ഗ്ലീനെ കൈ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോക്ടെയിൽ. പുതിയ അടുത്താണ്. ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് മൈസിനെ ഗർബിലിനെ കാണാം. അപ്പോൾ ഇതാണ് ഗർബിൽ. അതെന്ന് നമ്മളിങ്ങനെ എടുത്ത് കാണിച്ചാണ്. പിന്നെ പുതിയ മൈസിനെ എടുത്ത് നമുക്ക് ജസ്റ്റ് ഇതിനെ ക്ലീൻ ആക്കാം. പുതിയ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതെ നമ്മളിതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാനത് സാധനം ഇടണം. അപ്പോൾ നമ്മുടെ അനിയാണ് സാധനമൊക്കെ പിടിച്ചോണ്ടിരിക്കണത്. ഗർബിലിനെ മൈസിനെയൊക്കെ പിടിച്ചോണ്ടിരിക്കണത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതെ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സാധനത്തിനായിട്ട് ഇതിനകത്ത് ഇടുകയാണ്. ഇത് ഗർബിലാണ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അവൻ്റെ ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ മൈസിന് ഇടുന്നത്. മൈസിന് കണ്ടില്ലല്ലോ. ഇതാണ് പുതിയ എടുത്ത മൈസ്. ബാൻഡൻ മൈസാണ്. ഇതാണ് സിംഗിളാണ് എടുത്തത്. അപ്പോൾ അതെ ഇവനെ കൂടി ഇടാതെ അതിന് മുമ്പ് ഇവൻ്റെ ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ അതെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ മൈസിനെ പിടിച്ചിട്ടെ. നമ്മുടെ ബാൻഡൻ മൈസിനെ പിടിച്ചിടുവാണ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ലവ് ബേഡ്സ് ആണ്. ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അത് വേഗം മറ്റേ മൺകലത്തേക്ക് കയറിയിരിക്കുകയാണ്. മുട്ടയിടാൻ കയറിയാണ്. അപ്പോൾ ഇത്ര ഉള്ളതാണ് നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഇനിയും വീഡിയോ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.